ദേശീയ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് അതുകൊണ്ട് അദ്ദേഹം അടിസ്ഥാനപരമായി ചിന്തിക്കുന്ന അടിസ്ഥാന ജനതയുടെ സ്വാതന്ത്ര്യം സാധ്യമാകുമ്പോഴാണ് രാഷ്ട്ര സ്വാതന്ത്ര്യം സാധ്യമാകുന്നത് എന്നുള്ള കാഴ്ചപ്പാടാണ്. അടിസ്ഥാന ജനത എന്ന് മോചിക്കപ്പെടുന്നുവോ അന്നാണ് യഥാർത്ഥ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉണ്ടാവുന്നത്. അന്നാണ് ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായി മാറുന്നത് എന്ന കാഴ്ചപ്പാട് അദ്ദേഹം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വികസിതമായൊരു ലോകബോധത്തിലേക്ക് അദ്ദേഹം ഉയരുന്നത് ഒരുപക്ഷെ വിദേശവാസം കൊണ്ടാണ്. കൊളംബിയയിൽ പഠിക്കുമ്പോൾ, പിന്നീട് ന്യൂയോർക്കിൽ, അതിനുശേഷം ജർമ്മനിയിൽ ഒക്കെ അദ്ദേഹം പോവുകയും അവിടെ എല്ലാം പഠിക്കുകയും ഇംഗ്ലണ്ടിൽ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അവിടെ നിന്നെല്ലാം ഏറ്റവും പല വിഷയങ്ങളിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ, പൊളിറ്റിക്കൽ സയൻസിൽ, നരവംശാസ്ത്രത്തിൽ ഉൾപ്പെടെ നോക്കണം, സൈക്കോളജി, നരവംശാസ്ത്രം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ പഠിച്ച് അതിലെല്ലാം മാസ്റ്റർ ചെയ്യുന്നുണ്ട് അദ്ദേഹം. അതിലെല്ലാം ഗവേഷണം നടത്തി PhD എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 23-ാമത്തെ 24-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ PhD സാമ്പത്തിക ശാസ്ത്രത്തിൽ ആദ്യത്തെ PhD കിട്ടുന്നത് എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തിക ക്രമത്തെക്കുറിച്ചുള്ള വളരെ വിപുലമായ, വിശദമായ, ശാസ്ത്രീയമായ ലേഖനങ്ങൾ ഇന്റർനാഷണൽ ജേർണലുകളിൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് ലോകം അറിയുന്നത്. ഒരു ജാതി വിഭജിതമായ ഒരു രാഷ്ട്രഘടനയെ വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അല്ലാതെ ഒരു ഹിന്ദു ദേശീയതയെ, അതാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ദോഷം, അത് ഹിന്ദു ദേശീയതയെ ആഘോഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെയുള്ളവരായിരുന്നു അതിന്റെ തലപ്പത്ത് പ്രവർത്തിച്ചിരുന്നവരെല്ലാം എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം പറയുന്ന ഒരു 12 ആശയങ്ങൾ വളരെ ധീരമായ, അതുമല്ലെങ്കിൽ പ്രകോപനപരമായ ചില ആശയങ്ങൾ അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വേദശാസ്ത്ര പുരാണങ്ങളെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ മാത്രം പോരാ. തള്ളിക്കളയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അംബേദ്കർക്ക് തള്ളിക്കളഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ അസംബന്ധത്തെ യുക്തിപരമായി വിമർശിക്കുകയും വേണം എന്ന് പറയുന്നു. നോക്കണം, ഈ വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും മറ്റും അസംബന്ധങ്ങൾ യുക്തി കൊണ്ട് തള്ളിക്കളഞ്ഞാൽ മാത്രം പോരാ, യുക്തി കൊണ്ട് അതിനെ നേരിടാനുള്ള ധൈര്യം കാണിക്കണം എന്ന് പറയുന്നു. കാരണം ജാതി ബോധപരമായ കാര്യങ്ങളെ ഉറപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം ശ്രമിക്കുന്നതെന്നുള്ള കാഴ്ചപ്പാടാണ് അതിന്റെ പിന്നിൽ ഉള്ളത്. വേദേതിഹാസങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ സാമാന്യനാണ്. അതിലെല്ലാം തന്നെ ഈ ജാതിബോധത്തിന്റെ വലിയ ഉണർവുകൾ നമുക്ക് കാണാൻ കഴിയും. ജാതിബോധത്തെ ഉയർത്തി നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കാണാൻ കഴിയും. നമ്മൾ രാമായണം വായിക്കുമ്പോൾ ശംഭു എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് പറയുന്നത്, ശൂദ്രനായ ഒരു സ്വാമിയെ കുറിച്ച്, ഒരു ഋഷിയെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ തല കീഴോട്ടാക്കി നിന്ന് തപസ് ചെയ്യുകയായിരുന്നു. വലിയ തപസ്സാണത്. അങ്ങനെ ചെയ്യുന്ന ഒരാളെ അയാൾ വധിക്കപ്പെടേണ്ടവനാണ് എന്ന ഒരു ബോധത്തിലേക്ക് എത്തിക്കുന്ന ഇതിഹാസകഥ. അതാണ് അങ്ങനെ ഒരു ഇതിഹാസകഥയ്ക്ക് രൂപം കൊടുക്കുകയും ആ കഥ പ്രചരിപ്പിക്കുക വഴി ആ ജാതിബോധത്തെ ഉറപ്പിക്കുകയുമാണ് വാസ്തവത്തിൽ ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവാണ് അംബേദ്കർ ഇവിടെ എടുത്ത് പറയുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് എന്താണ് അതിൻ്റെ ഒരു സാധൂകരണം, എന്താണ് ന്യായീകരണം? രാമന്റെ അമ്പയെ കൊല്ലപ്പെടാനായി കാത്തുകിടക്കുകയായിരുന്നു അത്ര ഈ ശൂദ്രമുനി. അങ്ങനെ ഒരാളുടെ അമ്പേറ്റ് മരിക്കാൻ വേണ്ടി കാത്തുകിടന്നവനാണ് ഈ ശൂദ്രമുനി എന്ന് അതിന്റെ ഒരു ഉപാഖ്യാനം ഉണ്ടാക്കുകയാണ്. അതിന്റെയും യഥാർത്ഥ ലക്ഷ്യം ഈ ജാതിബോധത്തെ ഉറപ്പിച്ചെടുക്കൽ തന്നെ ആണ്. അദ്ദേഹത്തിന്റെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, ഗാന്ധിജിയുടെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗാന്ധിജിയുടെ പ്രഭാവകാലം ഇന്ത്യയുടെ ഇരുണ്ട കാലമാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം.
വളരെ ശരിക്കും പക്ഷേ ഈ ഗാന്ധിയന്മാരെ മാത്രമല്ല, ഗാന്ധിയുടെ ആരാധകന്മാരെയും ഗാന്ധിസത്തിന്റെ വക്താക്കളെയും ഒക്കെ വല്ലാതെ പ്രകോപിപ്പിച്ച ഒരു അഭിപ്രായമാണ് ഇത്. ഗാന്ധിജിയുടെ പ്രഭാവകാലം ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഇരുണ്ട കാലമാണ് എന്നുള്ള ഈ ഒരു അദ്ദേഹത്തിന്റെ ധീരമായ ഒരു നിലപാട്. 1891 ഏപ്രിൽ 14 അദ്ദേഹം ജനിക്കുന്നത്. 14ാമത്തെ കുട്ടിയായിട്ടാണ് ജനിക്കുന്നത്. ഒരു കുടുംബത്തിലെ 14ാമത്തെ കുട്ടിയായി ജനിക്കുന്നു. ആ കുടുംബത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച 3ാം തലമുറയുള്ള ആളായിരുന്നു അദ്ദേഹം. ഇങ്ങനൊരു സാംസ്കാരികമായ വലിയൊരു പ്രത്യേകത അംബേദ്കറിന്റെ കുടുംബത്തിനുണ്ട്. അപ്പൊ നമുക്കൊരു പക്ഷേ അല്പം തോന്നുന്നൊരു കാര്യമായിരിക്കും. 3ാം തലമുറയാണ്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഒരു ഹവീൽദാറായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ബ്രിട്ടീഷ് സൈന്യത്തിൽ തന്നെ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. നോക്കൂ, ഇങ്ങനെ ഒരു 3ാമത്തെ തലമുറയാണ് അംബേദ്കർ. അംബേദ്കറിന്റെ അമ്മയാണെങ്കിൽ ഭീമാബായി ആണെങ്കിൽ സാമ്പത്തികമായി ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും വന്ന ആളും ആയിരുന്നു. എന്നിട്ട് പോലും, ഇതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നിട്ട് പോലും അംബേദ്കർ അനുഭവിച്ച ജാതീയമായ പീഡനങ്ങൾ, മാറ്റി നിർത്തലുകൾ, ചവിട്ടിമതിക്കലുകൾ, അതാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ വലിയ തിന്മകളെ കുറിച്ച് ചിന്തിക്കുന്നതിന് അംബേദ്കർക്ക് പ്രേരകമായി തീർന്നത് എന്ന് പറയാം. ഒരുപക്ഷെ ഈ സാംസ്കാരിക പശ്ചാത്തലം ആയിരിക്കാം അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലം. അതുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദുത്വത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു ദേശീയതയുടെ, ഹിന്ദു കൊളോണിയലിസം എന്നാണ് പഠിതാക്കൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിന്റെ പ്രാകൃതമായ അധീശപരമായ വിലക്കുകളെ അതിലംഘിക്കുന്നതിന്, മനുഷ്യാവകാശങ്ങളെ മുന്നിലേക്ക് വയ്ക്കുന്നതിനുമുള്ള ഒരു പരിശ്രമം അതുകൊണ്ട് അദ്ദേഹം നടത്തും. അല്ലാതെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല പ്രധാനം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം വയ്ക്കുന്നു. കുമാരനാശാന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ടല്ലോ, എന്തിന് ഭാരതക്കരയെ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണതായി ചിന്തിക്കുക, ജാതിമതിരാമുരടിച്ചു തമ്മിൽ അന്തർപ്പെടും തലയേര്, എന്തിനായി സ്വരാജ്യം എന്ന് ചോദിക്കുന്നു. പലനാണല്ലോ അങ്ങനെ മുദ്രാവാക്യം വെച്ചത്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുകയും ചെയ്യും എന്ന് നമ്മുടെ ദേശീയ നേതാക്കൾ വാദോരാതെ പ്രസംഗിച്ച് നടക്കുമ്പോഴാണ് കുമാരനാശാൻ ഇങ്ങനെ ഒരു കവിത എഴുതുന്നത്. എന്തെങ്കിലും ഭാരതക്കരയെ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണതായി ചിന്തിക്ക, ജാതിമതിരാന്തരടിച്ച് തമ്മിൽ അന്തപ്പെടും തലയില്, എന്തിനായി സ്വരാജ്യം. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രധാനമായത് സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ സ്വാതന്ത്ര്യമാണ് എന്ന കാഴ്ചപ്പാടാണ് അംബേദ്കർ എല്ലാ കാലത്തും ഉയർത്തി പിടിച്ചിരുന്നത്. അധസ്ഥിത ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പ് ലക്ഷ്യം വെച്ചുള്ള നിരവധി സംഘടനകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. അസലി കൊളംബിയ സർവകലാശാലയിലും അതുപോലെ ജർമ്മനിയിലും മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ താമസിക്കുമ്പോഴാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ വിലക്കുകളില്ലാത്ത ഒരു സമുദായം, ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിന്റെ രുചി, അതിന്റെ ജീവശ്വാസം അദ്ദേഹത്തിന് അവിടെ നിന്നാണ്, വിദേശത്ത് നിന്നാണ് ലഭിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് എന്ന് മാത്രമല്ല, ഈ വൈദേശിക ഭരണമാണ്, ഈ കൊളോണിയൽ ഭരണമാണ് തന്റെ അച്ഛനെയും മുത്തച്ഛനെയും ഇംഗ്ലീഷ് അറിയാവുന്നവരാക്കിയതും സർക്കാർ സർവീസിൽ ജോലിയുള്ളവരാക്കിയതും എന്നുള്ള തിരിച്ചറിയും. അപ്പൊ അതുകൊണ്ട് ആദ്യം എതിർക്കേണ്ടത് ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങളെയും ആണ്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സാംസ്കാരിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സാമൂഹ്യമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമാണ് ആദ്യത്തെ സമരം വേണ്ടത്. അതിനുശേഷം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന കാഴ്ചപ്പാട്
ഒരുപക്ഷെ അദ്ദേഹം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷവും ഈ കാഴ്ചപ്പാടിൽ നിന്ന് അദ്ദേഹം മാറിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകത. അവിടെ വെച്ച് ലാലാ ലജ്പത് റായിയൊക്കെ കാണുന്നുണ്ട് കൊളംബിയ സർവകലാശാലയിൽ വെച്ച്. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രാഗ്മാറ്റിക് ചിന്തകൻ ഡോക്ടർ ജോൺ ലൂയിയെ അവിടെ വെച്ച് പരിചയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അധ്യാപകനായിരുന്നു കൊളംബിയ സർവകലാശാലയിൽ ജോൺ ലൂയി. പ്രാഗ്മാറ്റിസത്തിന്റെ പ്രയോക്താവാണ്, അതിന്റെ സൈദ്ധാന്തികനാണ്. അങ്ങനെയുള്ള ആളുകളെ ഒക്കെ പരിചയപ്പെടുന്നു. പക്ഷേ ലാലാ ലജ്പത് റായിയുമായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ, വലിയ ദേശീയവാദിയാണ്, സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ അൺടച്ചബിൾസിന്റെ പ്രശ്നം നമ്മുടെ ദേശീയ പ്രസ്ഥാനം എങ്ങനെ അഭിസംബോധന ചെയ്യും എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. അതിന് ലാലാ ലജ്പത് റായി നടത്തുന്ന പറയുന്ന മറുപടി, നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ നമ്മൾ അഭിസംബോധന ചെയ്യും എന്ന് മാത്രമാണ്. അല്ലാതെ അവരുടെ വളരെ വേഗം വളരെ അവ്യക്തമായൊരു മറുപടിയാണ് അതിന് ലജ്പത് റായി കൊടുക്കുന്നത്. അതോടുകൂടി വാസ്തവത്തിൽ അദ്ദേഹം ഈ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും അതിനോടുള്ള ആഭിമുഖ്യത്തിൽ നിന്നും പതിയെ തെന്നി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം ദേശീയ പ്രസ്ഥാനം ജാതി വിരുദ്ധ സമരങ്ങളോടും ജാതി ഹിന്ദുക്കളുടെ എല്ലാ വിധത്തിലുള്ള കടന്നാക്രമണങ്ങളോടും കാട്ടിയ ഒരുതരം അലംഭാവം, അയഞ്ഞ മനോഭാവം അദ്ദേഹത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിൽ നിന്ന് പിന്നിലേക്ക് വലിച്ചു. അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൽ കൂടുതൽ സജീവമല്ലാതെയാകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്ന് പറയാം. ചരിത്രപരമായ പുറന്തള്ളലുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു വാദം പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണം. കാരണം ഒരു ജാതി ഹിന്ദു മത്സരിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ അയാളാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ അയാൾ മാത്രമേ ജയിക്കൂ എന്നുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ വരും. ഒരു ദളിതനും ഒരു ജാതി ഹിന്ദുവുമാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ മത്സരിക്കുന്നത് വിചാരിക്കുക, ജാതി ഹിന്ദു ജയിക്കും, ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ എന്ന വാദഗതി ഉയർത്തി. പക്ഷെ ഗാന്ധിയും കോൺഗ്രസും അതിനെ നഖശിഖാന്ത എതിർത്തു. അങ്ങനെ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ എന്നുള്ളത് ഒരു ജനതയെ മാറ്റി നിർത്തി കാണുന്നതിന് കാരണമാകുന്ന വലിയ ആദർശമാണ് അവർ പറഞ്ഞത്. ഒരു ജനതയെ മാറ്റി നിർത്തി കാണുന്നതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കും, അതുകൊണ്ടത് വേണ്ട എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വലിയ ആശയ സംഘടനകൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഗാന്ധിയുമായും ഉണ്ടാകുന്നു. 1928 സൈമൺ കമ്മീഷൻ വന്നപ്പോൾ സൈമൺ കമ്മീഷന് മുൻപിൽ അദ്ദേഹം ഒരു ഈ അധിസ്ഥിത ജനതകളുടെ ഒരു അവകാശ പത്രിക അദ്ദേഹം സമർപ്പിക്കുന്നു. അതിനുശേഷമാണ് ചാന്തോർ വെച്ച് നടത്തിയ മനുസ്മൃതി കത്തിക്കൽ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ആ സംഭവമൊക്കെ ഉണ്ടാകുന്നു. മറ്റൊന്നും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു വാദം ജാതി ഹിന്ദുക്കൾക്ക് പുറത്തുള്ള കാസ്റ്റ് ഹിന്ദുസ് എന്ന് പറയുന്ന ഈ ചാതുർവർണ്ണത്തിൽ പെടുന്നവരുണ്ട്, അതിന് പുറത്തുള്ള ജാതികൾ വാസ്തവത്തിൽ ഹിന്ദുക്കളല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം. അവര് ഈ ജാതി ഹിന്ദുക്കളുടെ ആക്രമണങ്ങൾക്ക് ഇരയായ ബൗദ്ധരാണ്. ഈ ഒരു വാദഗതിയാണ് അദ്ദേഹം മുന്നിലേക്ക് വെച്ചത്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും അനുയോജ്യമായ മതം കാരുണ്യത്തിന്റെ മതമായ ബുദ്ധമതമാണ് എന്ന് അദ്ദേഹം സിദ്ധാന്തിക്കുകയുണ്ടായി. കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കൂടി ശ്രമഫലമായി അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നേരിട്ട് സ്വാധീനം ചെലുത്തിയതിന്റെ ഫലമായി കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ പ്രത്യേക സംവരണ സീറ്റ് ബ്രിട്ടീഷ് ഭരണകൂടം ഉറപ്പാക്കിയ സന്ദർഭത്തിൽ അതിനെതിരെയാണ് ഗാന്ധിജി മരണം വരെ നിരാഹാരം കിടന്നത്. നോക്കണം, അതിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ഗാന്ധിജിയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അംബേദ്കർ അദ്ദേഹം നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് പൂനെയിൽ എത്തി ഗാന്ധിജിയെ കാണുകയും അദ്ദേഹവുമായി ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, താങ്കൾ ഈ നിരാഹാരം അനുഷ്ഠിക്കുന്നത്
യഥാർത്ഥമായ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല. പക്ഷേ താങ്കളുടെ ജീവൻ രക്ഷിക്കേണ്ടത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എൻ്റെ കൂടി കടമയാണ്. മാത്രമല്ല, ധർമ്മമാർഗത്തിൽ വിശ്വസിക്കുന്ന ഒരു ബുദ്ധ വിശ്വാസിയാണ് ഞാൻ, ബുദ്ധ മതവിശ്വാസിയാണ്. അതുകൊണ്ട് താങ്കളുടെ ജീവൻ എനിക്കും പ്രധാനമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാം എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ ഗാന്ധിജി നിരാഹാര സമരം, മരണം വരെയുള്ള നിരാഹാര സമരം അവസാനിപ്പിക്കും. അതാണ് പൂനെ പാക്ട് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ തൊട്ടുകൂടായ്മയും അതിനോട് ചേർന്നുള്ള പ്രാകൃത വിലക്കുകളിൽ അദ്ദേഹം ഒരു ആഗോള മനുഷ്യാവകാശ പ്രശ്നമായി ഉയർത്തുന്നതിന് പല വട്ടമേശ സമ്മേളനങ്ങളിൽ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം ഗാന്ധിജി അന്നേരം പ്രകടിപ്പിക്കണം. ഇത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ആഭ്യന്തര പ്രശ്നം മാത്രമാണ്, അല്ലാതെ ആഗോള പ്രശ്നമല്ല എന്ന തരത്തിൽ ഗാന്ധിജി അതിന്റെ തുളയിലെ നുള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും. ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സങ്കല്പത്തെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ തട്ടുമ്പോഴേക്കും എത്ര കണ്ട് അത് സ്വീകാര്യമായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് സംശയം തോന്നുന്നു. കാരണം ഈ ഒരു പ്രശ്നത്തെ എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ പോലെയുള്ള ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ജൈവ ബുദ്ധിജീവി എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ടതാണ് എന്ന തോന്നൽ ഗാന്ധിയിൽ ഉണ്ടാകാഞ്ഞത് എന്ത് എന്നുള്ളത് നമുക്ക് ഇന്ന് അത്ഭുതം. പിന്നെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് ഇങ്ങനെ ഒരു പ്രശ്നം ഏറ്റെടുക്കാതിരിക്കാൻ നിർവാഹമില്ല എന്ന സന്ദർഭത്തിലാണ് അയിത്തോച്ചാടന പ്രസ്ഥാനം കോൺഗ്രസിന്റെ ഒരു കാര്യപരിപാടിയായി തീരുമാനിക്കപ്പെടുന്നത്. അതും അംബേദ്കർ പറയുന്നുണ്ട്. അതും അവർക്ക് വാസ്തവത്തിനോട് എന്തുമാത്രം ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അംബേദ്കർക്ക് സംശയമുണ്ടായിരുന്നു എന്നാണ് രസകരമായ കാര്യം. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, പൗരാവകാശം, ആൺപോയ്മ മൂല്യങ്ങളുടെ തിരുത്തൽ, സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ, വിവാഹമോചനം, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആണ് അദ്ദേഹം ഹിന്ദു കോഡ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഈ ഹിന്ദു കോഡ് ബില്ല് വാസ്തവത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ട് ചെയ്തതാണ്. എന്തിനാണ് ജവഹർലാൽ നെഹ്റു അങ്ങനെ പറഞ്ഞിട്ട്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ബില്ല് പാസ്സായില്ലെങ്കിൽ ഞാൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചുകളയും എന്നൊക്കെ ഒരു ഭീഷണിയൊക്കെ മുഴക്കി ജവഹർലാൽ നെഹ്റു. പക്ഷേ ജാതി ഹിന്ദുക്കൾ പല്ലും നഖവും ഉപയോഗിച്ച് ആ ബില്ലിനെ എതിർത്തു, പാർലമെന്റിലും പുറത്ത്. അംബേദ്കർക്ക് പരിഹാസ ശരങ്ങളേറ്റു. അദ്ദേഹത്തിന് പൊതുചടങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയായി. അവിടെയെല്ലാം ആക്രമണാത്മകമായ മുദ്രാവാക്യങ്ങളും മറ്റും ഉയർന്നു. ബില്ല് പരാജയപ്പെട്ടു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചില്ല. പക്ഷേ നിയമമന്ത്രി എന്നുള്ള നിലയിൽ അംബേദ്കർ അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെച്ച് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു വരികയും മുഴുവൻ സമയ ദളിത് വിമോചക പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹിന്ദുവായി ജനിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്, ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് അംബേദ്കർ പറഞ്ഞു. അത് ഗാന്ധിജിയെ പോലും ഞെട്ടിച്ചെന്ന് പറയും ആ പ്രസ്താവന കേട്ടപ്പോൾ. കാരണം ഗാന്ധിജിയുടെ വിചാരം ഈ അടിസ്ഥാന ജനതയെ ഹിന്ദു ജനതയുടെ വാലാക്കി നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്താം എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ വിചാരം. പക്ഷെ അത് സാധ്യമല്ല എന്ന് പല കാരണങ്ങളാൽ അംബേദ്കർ തെളിയിച്ച് കാണിച്ചു. അങ്ങനെയാണ് അദ്ദേഹം നിയോ ബുദ്ധിസത്തിലേക്ക് പോകുന്നത്. 3,80,000 മനുഷ്യരാണ് അന്ന് നാഗ്പൂരിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തി ബുദ്ധമതം സ്വീകരിച്ചത്. അങ്ങനെ നിയോ ബുദ്ധിസത്തിന്റെ പ്രയോക്താവായി അതിനുവേണ്ടിയുള്ള പ്രത്യയശാസ്ത്രപരമായ പരിസരങ്ങൾ ഒരുക്കുന്ന സൈദ്ധാന്തികനായി അദ്ദേഹം മാറി. അപ്പൊ ഇത് അംബേദ്കറുടെ വലിയ ഒരു റിവോൾട്ടാണ് ഈ ബുദ്ധമതത്തിലേക്കുള്ള ഈ മാറ്റം. എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, ഇന്ന് നമ്മൾ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മുദ്രാവാക്യമാണ് തോന്നിയത്. ഏതെങ്കിലും മതത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല, പോകരുത്
എന്നുകൂടിയാണ് എൻ്റെ അഭിപ്രായം. മറിച്ച് നമ്മുടെ പ്രിമിറ്റീവായിട്ടുള്ള നമ്മുടെ ഗോത്ര ജീവിത സ്വത്വങ്ങൾ, അതിൻ്റെ സാംസ്കാരിക മഹിമകൾ, അതിനെ ഉയർത്തിക്കൊണ്ടുവരികയും അതിനെ കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ച് അതിനെ ആത്മീയോന്മുഖമാക്കുകയും അങ്ങനെ വേണമെങ്കിൽ ചെയ്തുകൊണ്ട് ഈ ഹിന്ദുത്വത്തിൻ്റെ വലിയ പിടിയിൽ നിന്നും അധസ്ഥിത ജനതയെ മോചിപ്പിക്കേണ്ട ഒരു ഘട്ടമാണിത് എന്നെനിക്ക് തോന്നുന്നു. കാരണം വടക്കേന്ത്യയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും, ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ അതിനെ നമ്മളെ പ്രേരിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. യൂട്യൂബിൽ ഒരിക്കലൊരു സംഭവം കണ്ടതുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കാം. ജാർഖണ്ഡിലെ ഒരു നദിയിൽ നിന്ന് ഒരു ദളിത് സ്ത്രീ നദിയിൽ കുളിക്കാൻ ഇറങ്ങുന്നു. അവർ കുളിക്കുന്നതും കയറി വരുന്നതുമെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഒരു പറ്റം സവർണ ഗുണ്ടകൾ. ഈ കറുത്ത സ്ത്രീ നദിയിൽ നിന്നും കയറി വന്നതേ ഉള്ളവർ യഥാർത്ഥത്തിൽ വസ്ത്രം മാറിയിട്ടില്ല. പേപ്പട്ടിയെ തല്ലുമ്പോൾ 4 പാടും കൂടി നിന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരായ മനുഷ്യർ ആളുകൾ ഇവരെ അടിച്ചു വീഴ്ത്തുകയാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു സ്ത്രീ കുളിക്കുന്നത് നോക്കി നിൽക്കുന്നത് തന്നെ ഒരു ക്രിമിനൽ ഒഫൻസാണ്. അവിടെ നോക്കൂ, അവർ കുളിച്ചിട്ട് കയറി വരാൻ കാത്തു നിന്നിട്ട് കയറി വന്നവരെ കൊണ്ടുമാറാൻ പോലും സമയം കൊടുക്കാതെ അവരെ അടിച്ച്, അത് പാദം മുതൽ തല വരെ അടിച്ച് അവരെ ആവശ്യം എഴുന്നേക്കാൻ പാടില്ലാത്ത ആക്കിയിടുന്ന ഒരു കാഴ്ച. എനിക്ക് സത്യത്തിൽ ആ ഒരു സംഗതി അന്ന് രാത്രി എനിക്ക് വേണ്ടവണ്ണം ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത് ഹിന്ദു ജനതയാണ്, ആലോചിക്കണം. ഒളിച്ചോളോ ഹിന്ദുവാണ്, അടിച്ച പേപ്പട്ടിയെ പോലെ വലിയവന് ഹിന്ദുവാണ്. ഈ ഹിന്ദുത്വത്തെ നമ്മൾ തുടരേണ്ടതുണ്ടോ? ഈ ഹിന്ദുവിന്റെ അമ്പലത്തിന്റെ വരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ടോ? അവന്റെ ആചാരക്രമങ്ങളെ അതുപോലെ ശീലിക്കേണ്ടതുണ്ടോ, അന്വേഷിക്കേണ്ടതുണ്ടോ? ഈ ചോദ്യം ഇന്ന് അധസ്ഥിത ജനത ഒന്നടങ്കം ചോദിക്കേണ്ടുന്ന സന്ദർഭമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ലഘു പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ശ്രദ്ധയോട് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ, വന്ദനം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.